ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേരള സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ചും ഡ്രൈവിംഗ് ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ കാലമായി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഡ്രൈവർ ഗ്രേഡ് LMV അതേപോലെ ഡ്രൈവർ ഗ്രേഡ് HDVയുടെ നോട്ടിഫിക്കേഷൻ. വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ വിവിധ കമ്പനി കോർപ്പറേഷനുകളിലേക്ക്, ബോർഡ്സ്, അതോറിറ്റീസ്, സൊസൈറ്റീസിലേക്കൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ അത് വളരെ കാലമായി ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കേരള PSC ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ, അതിന്റെ യോഗ്യത എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും, അതിന്റെ ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ്, അതായത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര കുട്ടികൾക്ക്, എത്ര പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LMV, അതായത് 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ്. അത് നമ്മുടെ സാധാ ഹെവി അല്ലാത്ത വെഹിക്കിൾസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 43/2024. ഇതിൽ നിയമനം വരുന്നത് വിവിധ കമ്പനീസിൽ, അതായത് നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ കമ്പനീസിൽ, കോർപ്പറേഷൻസിൽ, ബോർഡ്സിൽ, അതോറിറ്റീസിൽ, സൊസൈറ്റീസിലൊക്കെയാണ്. പോസ്റ്റിന്റെ പേര് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്നാണ്. പണ്ടൊക്കെ ഡ്രൈവർ ഗ്രേഡ് 2 എന്നാണ്. ഇപ്പോൾ അത് ഓഫീസ് അറ്റൻഡന്റ് ആ ഒരു ജോലി കൂടി നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LMV, അതായത് ലൈറ്റ് വെഹിക്കിൾസിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ഏത് അതോറിറ്റിയിലാണോ, ഏത് ബോർഡിലാണോ, ഏത് കമ്പനിയിലാണോ കിട്ടുന്നത് അതിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ വരിക. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, അതായത് നിലവിൽ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റ് വന്നാൽ ആ ഒരു കാലയളവിൽ എത്രത്തോളം വേക്കൻസീസ് വരും, അതുപോലെ നിലവിൽ എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ നിയമനം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നടക്കുക. ഈ ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസീസ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് എത്രത്തോളം വേക്കൻസീസ് വരുമെന്ന്. അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക, കാരണം ആ ഒരു ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ഞാനൊരു വീഡിയോയിൽ തന്നെ കാട്ടുന്നുണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, അതായത് സ്ഥിര നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഇതിന്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ 7th സ്റ്റാൻഡേർഡ് ആണ്, അതായത് 7ാം ക്ലാസ് പാസ്സാണ് യോഗ്യത ചോദിക്കുന്നത്. പിന്നെ ഡ്രൈവിംഗ് ജോലി ആയതുകൊണ്ട് ഒരു മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്, അത് മിനിമം ഒരു 3 വർഷമെങ്കിലും സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന്റെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് ആണ് അവർ പറയുന്നത്. പിന്നെ ഡ്രൈവേഴ്സ് ബാഡ്ജ് ഹാസ് ബീൻ എക്സംപ്റ്റഡ് ഫോർ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്. 2018 ശേഷം ഒരു ഡ്രൈവേഴ്സ് ബാഡ്ജ് നിർബന്ധമല്ല എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ്, അത് ഷുഡ് ബി മെഡിക്കലി, കാരണം ഡ്രൈവിംഗ് ജോലി ആയതുകൊണ്ട് കാഴ്ചശക്തി, കേൾവിശക്തി, അതേപോലെ ശാരീരികമായിട്ടുള്ള മറ്റു വൈകല്യങ്ങൾ, കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള കേൾവിശക്തി വേണം. കാഴ്ചശക്തിനെ പറ്റി പറയുമ്പോൾ ഡിസ്റ്റൻസ് വിഷൻ 6/6 ഉണ്ടാവണം, നിയർ വിഷൻ 0.5 ഉണ്ടാവണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് പാടില്ല, ഫീൽഡ് ഓഫ് വിഷൻ ഫുൾ കാഴ്ചശക്തി വേണം, കളർ വിഷൻ നോർമൽ ആയിരിക്കണം എന്നൊരു കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം ഈ ഒരു നിങ്ങളുടെ കയ്യിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതാണ്, കാഴ്ചയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതാണ്. അതേപോലെ ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടായിരിക്കും ഇതിൻ്റെ നിയമനം നടക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കേരള PSC നടത്തുന്ന ഒരു OMR ടെസ്റ്റ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും. അതിൽ ഡ്രൈവിംഗ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവും, അതേപോലെ ജനറൽ GKയിൽ നിന്നുള്ള ചോദ്യങ്ങളും ആണ് ഇതിൽ എക്സാമിന് കോമൺ ആയിട്ട് ഉണ്ടാവുക. വൺസ് അതിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ശേഷം വരുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കും. കേരള PSC തന്നെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ ഇതുവരെ വരുന്നതെന്ന് വെച്ചാൽ ജീപ്പിലുള്ള ടെസ്റ്റ് ആണ് വരുന്നത്, ഈ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന്. അതിൽ നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ് മുതലായ കാര്യങ്ങൾ, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക മുതലായ കാര്യങ്ങളൊക്കെയാണ് വരിക. വൺസ് അതിലും നിങ്ങൾ ഓക്കെ ആയാലാണ് ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നിന്നായിരിക്കും നിയമനം നടക്കുന്നത്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്, അതേപോലെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഒക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. ഇതാണ് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അതിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു PSC എക്സാംസിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു വെബ് പേജ് ആണ് വരുന്നത്. ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ന്യൂ രജിസ്ട്രേഷനിൽ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അതിനുശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. മറ്റുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, ക്യാപ്ച കോഡ് കൊടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ ക്വിക്ക് അപ്ലൈയിൽ ഈ ഒരു 043/2024 കൊടുത്ത് അപ്ലൈ കൊടുത്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 2/5/2024 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് 42/2024 ഇതും സെയിം നോട്ടിഫിക്കേഷൻ തന്നെയാണ്. പക്ഷേ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് അത് വലിയ വാഹനങ്ങൾക്കുള്ളതാണ്. മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ, അതായത് വലിയ ബസ് പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർ ജോലിയാണ് ഇതിൽ വരുന്നത്. നിയമനം സെയിം തന്നെയാണ്. വിവിധ ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള കമ്പനീസിൽ, കോർപ്പറേഷൻസിൽ, ബോർഡ്സിൽ, അതോറിറ്റീസിൽ, സൊസൈറ്റീസിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. ഇതിലും അത്യാവശ്യം നല്ല വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് കാരണം ഇതിന്റെ വേക്കൻസീസ് വരുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ്. നമ്മുടെ ത്രൂ ഔട്ട് കേരളത്തിലുള്ള ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള കമ്പനീസിൽ, കോർപ്പറേഷൻസിലൊക്കെ വരുന്ന ഡ്രൈവർ ജോലിയുടെ നിയമനമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടക്കുന്നത്. മറ്റ് യോഗ്യത, അതായത് ഏജിന്റെ യോഗ്യത, കാഴ്ചശക്തിയുടെ യോഗ്യത, മറ്റ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇതിൽ പിന്നെ മറ്റ് ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡ്രൈവിംഗ് യോഗ്യതയിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത സെയിം ആണ്, 7th ആണ് ചോദിക്കുന്നത്. അതുകൂടാതെ LMV ലൈസൻസ് വേണം എന്ന് പറയുന്നുണ്ട്. മസ്റ്റ് പൊസസ് കറന്റ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ടു ഡ്രൈവ് LMV ലാൻഡ്, അതായത് LMVയുടെ ലൈസൻസ് വേണം. ഹെവി മോട്ടോർ വെഹിക്കിൾസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് വേണമെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഷാൾ ബി ഓഫ് അറ്റ്ലീസ്റ്റ്, അതായത് ഈ HMV ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഒരു 3 വർഷമായിട്ടുള്ള സ്റ്റാൻഡിംഗ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂഡ് ആഫ്റ്റർ 1979 സെപ്പറേറ്റ് എൻഡോഴ്സ്മെന്റ് ടു ഡ്രൈവ് ഹെവി ഡ്യൂട്ടി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി ഡ്യൂട്ടി, 1979 ശേഷമാണെങ്കിൽ സെപ്പറേറ്റ് എൻഡോഴ്സ്മെന്റ് വേണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ മെയിനായിട്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് HMV ഡ്രൈവിംഗ് ലൈസൻസ് വേണം, LMV ഡ്രൈവിംഗ് ലൈസൻസ് വേണം, വിത്ത് ബാഡ്ജ് വേണമെന്നാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇതിൽ സെയിം തന്നെയാണ് വരുന്നത്. ഇതിലും സെയിം തന്നെയാണ്. ആദ്യം OMR ടെസ്റ്റ് ആണ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഷോർട്ട് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുശേഷം കേരള PSCയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരും. അത് ഹെവി വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് വരിക. അതിനുശേഷം നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്. ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് സെയിം ആണ്, 2/5/2024 വരുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം എത്ര പേർക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ്. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് LMVയുടെ ആണ്, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LMV. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ച ഡാറ്റയാണ്. വിവിധ ഗവൺമെന്റ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ റാങ്ക് ലിസ്റ്റ് 390/2018 നിന്ന് നിയമനം നൽകിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടോട്ടൽ അഡ്വൈസ് 176 പേർക്കൊക്കെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഫെബ്രുവരി മാസത്തിലടക്കം ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിലൊക്കെ 153 പേർക്ക് വരെ നിയമനം നൽകിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അതുകൂടാതെ വിവിധ സംവരണ വിഭാഗക്കാർക്കൊക്കെ ഈഴവക്കാർക്കൊക്കെ ആണെങ്കിൽ 162 വരെ നിയമനം പോയിട്ടുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ് കാൻഡിഡേറ്റ്സിന് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 4 വരെ നിയമനം പോയിട്ടുണ്ട്. ഷെഡ്യൂൾ ട്രൈബ്സിനാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 6 വരെ നിയമനം പോയിട്ടുണ്ട്. മുസ്ലിം കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 225. അങ്ങനെ വിവിധ സംവരണ വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ലാസ്റ്റ് റാങ്ക്സ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത്യാവശ്യം നല്ല വേക്കൻസീസ് ഈ ഒരു പോസ്റ്റിൽ വരുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു നിശ്ചിത യോഗ്യത ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.